ട്രോമ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് ഓഫ് ലൈഫ് റിലേഷൻഷിപ്പാണ്. നമ്മളുടെ ലൈഫിൽ ആദ്യത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മദറാണ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൗ ഡു വി റിലേറ്റ്, വേറൊരു പേഴ്സണുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അമ്മയായിട്ട് ഉള്ള റിലേഷൻഷിപ്പ്, അവിടെ നിന്ന് എന്താണ് എക്സ്പീരിയൻസ് ചെയ്തിരുന്നത്, വെദർ മദർ വാസ് അവൈലബിൾ ഫോർ ദ ചൈൽഡ്, ഇമോഷണലി മെന്റലി ഫിസിക്കലി അവൈലബിൾ ആയിരുന്നിരിക്കാം, പക്ഷെ മെന്റലി ഇമോഷണലി ആ ചൈൽഡിന് അവൈലബിൾ ആയിരുന്നോ? അവിടെ നിന്നാണ് ആ കുട്ടി പഠിക്കുന്നത്. എനിക്ക് ഇമോഷണലി ആം ഐ ഫീലിംഗ് ലവ്ഡ്, ആം ഐ ഫീലിംഗ് സപ്പോർട്ടഡ്, ആം ഐ ടേക്കൺ കെയർ ഓഫ്. അതാണ് ആ കുട്ടിയുടെ വർത്തിനെസ്സും എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ഫർദർ മുന്നോട്ടുള്ള എല്ലാ റിലേഷൻഷിപ്സും ഫോം ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിന് ഫ്യൂച്ചറിൽ അഡൽട്ട് ലൈഫിലോട്ട് കടന്നു കഴിയുമ്പോൾ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അവിടെ മദറുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇസ് ഷീ ഓർ ഹി ഫീലിംഗ് സേഫ്? ആ ഒരു ഇൻറ്റിമേറ്റ് സ്പേസിൽ ആ സെയിം എക്സ്പീരിയൻസ് ആയിരിക്കും, ആ സെയിം എക്സ്പീരിയൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറിനെ ആയിരിക്കും മാരേജിലോട്ടും കൊണ്ടുവരുന്നത്. ഓക്കെ, സോ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ആസ്പെക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് ഓഫ് ലൈഫാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്.